ഹായ് ഹലോ ഞാൻ സുമൃത. അപ്പോൾ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ എഴുതാൻ പോണത്, ഈ വർഷം എഴുതാൻ പോണത്. അതിന് മുന്നേ 2 പ്രാവശ്യം എഴുതിയിരുന്നേ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമാണ് ഞാൻ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണത്. അതെൻ്റെ ഒരു അധ്യാപകൻ്റെ ഒരു മൂപ്പര് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഞാനങ്ങനെ ഒരു രീതിയിലാണ് ഞാനവിടെ ജോയിൻ ചെയ്യണത്. അപ്പോൾ 3 മാസം ഉണ്ടായിരുന്നു അതിൻ്റെ എക്സാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ. 3 മാസം മുമ്പ് തന്നെ ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ഒരു സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ മെസ്സേജുകൾ വിടും, വോയിസുകളായിരിക്കും കേൾക്കാൻ കഴിയും. ഇപ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ളതുകൊണ്ട്, കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ സൗകര്യം പോലെ കേൾക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ കുറേയൊക്കെ കേൾക്കും, കുറേ നോട്ടൊക്കെ എഴുതും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ആഴ്ചയിൽ ഒരു ടെസ്റ്റും, മോക്ക് ടെസ്റ്റ് പോലത്തെ ടെസ്റ്റും പിന്നെ എക്സാം പോലെ നടത്താനും പിന്നെ നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനൊക്കെ പറയും. ഉപകാരപ്പെട്ടിരുന്നു വെച്ചാൽ ഉപകാരപ്പെട്ടിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്നാണ് പഠിച്ചതൊക്കെ. പക്ഷേ അതെനിക്ക് കുറച്ച് മാർക്കിന് എനിക്ക് നഷ്ടപ്പെട്ടു, ഡിസ്ക്വാളിഫൈഡ്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഞാൻ എഴുതുമ്പോൾ ഞാൻ കോഴ്സിനൊന്നും ചേർന്നില്ല. കാരണം എൻ്റെ കയ്യിൽ നോട്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ അത്രമാത്രം എനിക്ക് പഠിക്കാനുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള നോട്ട് തന്നെ ഞാൻ വീണ്ടും വെച്ച് പഠിച്ചു. പക്ഷേ അപ്പോഴും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ എന്തിലാണ് എനിക്ക് മാർക്ക് കുറയണമെന്ന് ഞാൻ നോക്കിയപ്പോൾ അറബിക് പെഡഗോജിയിലായാലും പിന്നെ മലയാളത്തിലായാലും ഒക്കെ എനിക്ക് കുറവ് ആണ് തോന്നിയത്. ഞാൻ ഇനി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ നോക്കി. അതിന് മുന്നേ യൂട്യൂബിൽ നോക്കിയിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി ഒരു കോഴ്സിൽ ചേർന്നത് കൊണ്ട് ഞാൻ യൂട്യൂബിലേക്ക് വല്ലാതാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലേന്. അപ്പോൾ ഞാൻ പിന്നെ ഇപ്രാവശ്യം എന്തായാലും യൂട്യൂബിൽ നോക്കി നന്നായിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഞാൻ റാഷിദ മിസ്സിൻ്റെ ക്ലാസ് കേൾക്കുന്നത്, അറബിക് പെഡഗോജിയൊക്കെ. അപ്പോൾ ആദ്യം കാണുന്നത് PYQ ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ടീച്ചർ ഭയങ്കര എങ്ങനെ ഉത്തരം അറിയില്ലെങ്കിൽ പോലും എങ്ങനെ ഉത്തരം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിൽ ക്ലാസ്സുകൾ കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, ഇൻട്രസ്റ്റഡായി. അങ്ങനെ പിന്നെ ഞാൻ ഒരു ക്ലാസ്സിൻ്റെ അടിയിൽ നിങ്ങളെ നമ്പർ വെച്ചിട്ടാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണത്. പിന്നെ എനിക്ക് നിങ്ങളെ പൈസ കൊടുത്തിട്ട് തന്നെ നിങ്ങളെ കോഴ്സിൽ ചേരുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു വീട്ടിൽ നിന്നായാലും പിന്നെ അത്ര ഇത് തന്നില്ല, സപ്പോർട്ട് തന്നില്ല. പൈസ കൊടുത്തിട്ട് ചേരണം എന്നുള്ള ഒരു ഇത് തന്നില്ല. ഞാൻ അന്വേഷിച്ചിരുന്നു, ആപ്പിലാണ് ഞാൻ ഫസ്റ്റ് ഡെമോ ഒക്കെ ക്ലാസ്സൊക്കെ ഞാൻ കണ്ടിരുന്നു, ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നെ ഞാൻ മുതിർന്നില്ല. ഞാൻ തന്നെ ഒറ്റയ്ക്ക് പഠിക്കാൻ നോക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ഡൗൺലോഡ് എടുത്താൽ മുഴുവൻ നിങ്ങളെ എടുക്കിൻ്റെ ക്ലാസ്സുകളാണ്. പിന്നെ റാഷിദ് മറ്റേ റിയാസ് ഹുദവീൻ്റെ മൂപ്പരെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, അറബി. അത് പിന്നെ മലയാളം ആയിക്കോട്ടെ, എല്ലാം ചൈൽഡ് ഡെവലപ്മെൻറ്റ് പെഡഗോജിയൊക്കെ ഞാൻ നിങ്ങളുടെ ക്ലാസ് തന്നെയാണ് ഒരുപാട് കേട്ടത്. അപ്പോൾ ഞാൻ മുമ്പ് പഠിച്ചതൊന്നും സിലബസിൽ ഇല്ലാത്തതല്ല, പക്ഷേ ഉണ്ട്. അതിലുപരി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട്. ഇപ്പം ഞാൻ ഇത്രയും നാൾ പഠിച്ച് കഴിഞ്ഞ 2 പ്രാവശ്യം പഠിച്ചതും ഒന്നും ആയിട്ടില്ല എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അറബിക് പെഡഗോജിയുടെ ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന മാരത്തോൺ ക്ലാസ് സത്യം പറഞ്ഞാൽ ഒന്നും പഠിക്കാത്തവർക്ക് പോലും പെട്ടെന്ന് ആ ഒരു ക്ലാസ് കണ്ട് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാൽ സിമ്പിളായിട്ട് പോയി എക്സാം എഴുതാം. ജയിക്കില്ല എന്നുള്ളതല്ല, പക്ഷെ ഒരാളെ കോൺഫിഡൻറ്റ് തരുന്ന രീതിയിലാണ് നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ. അപ്പോൾ എന്നാലും ചില ക്ലാസ്സുകൾ നമ്മൾ ഒരുപാട് നേരം യൂട്യൂബിലായാലും വോയിസിലായാലും കേട്ടിരുന്ന ഒരു മടുപ്പ് തോന്നും. പക്ഷെ അങ്ങനെയും തോന്നണില്ല നിങ്ങളുടെ ക്ലാസ്. നമ്മൾ എപ്പോഴാണ് കഴിയുന്നത് എന്ന് പോലും അറിയാത്ത രീതിയിലാണ് നിങ്ങളുടെ ക്ലാസ് വരുന്നത്. വളരെ സന്തോഷമുണ്ട്. എനിക്ക് മാത്രമാണെന്നറിയില്ല, മൊത്തത്തിൽ അങ്ങനെ ആയിരിക്കും. കാരണം നിങ്ങളെ വ്യൂസായാലും നിങ്ങളെ ഗ്രൂപ്പിലെ അംഗങ്ങളൊക്കെ അങ്ങനെ തന്നെ ആണല്ലോ, ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക. ഏതായാലും ഇപ്രാവശ്യം വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് എക്സാമിന് പോകുന്നത്.